മീൻ്റെ തല, മീൻ്റെ ബോഡി, സൂപ്പർ തല. എന്നിട്ട് നമ്മൾ കുറച്ച് കപ്പ പൊക്കിപ്പിടി, പ്ലേറ്റ് പൊക്കിപ്പിടി. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ ആക്കി ഇതിങ്ങനെ കുഴച്ചെടുത്തിട്ട് നോക്കാം. പിന്നെ മീൻ കഷ്ണം ചാറ് മുക്കി. ഹേ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻസ് വേൾഡ്. അപ്പം എല്ലാ ദിവസത്തെ പോലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. നേരത്തെ എഴുന്നേറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക്, ഏറ്റവും താമസിച്ച് കഴിഞ്ഞാൽ 5:30, അതിന് മുമ്പാണെങ്കിൽ ഒരു 5 മണി. അങ്ങനെയാണ് എൻ്റെ എഴുന്നേൽക്കൽ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളേ. അങ്ങനെ രാവിലെ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, പല്ലൊക്കെ തേച്ചു, അതിന് ശേഷമാണ് അടുക്കളയിലോട്ട് കയറുന്നത് കേട്ടോ. വന്ന പാടെ തന്നെ കാപ്പിക്കുള്ളത് വെച്ചു, പാല് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ കൈയോടെ തന്നെ കഞ്ഞി അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടോ. കഞ്ഞി ഇൻ ദ സെൻസ് ചോറ് വെച്ചേക്കാമെന്ന് വെച്ചു. അങ്ങനെ അരിയെല്ലാം കഴുകിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാല് തിളച്ച് വന്നു. കുഞ്ഞുങ്ങൾക്ക് ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ഇട്ട് കൊടുക്കും. ഞാൻ കാപ്പിയാണ് കേട്ടോ കുടിക്കാറ്. അപ്പം നമ്മൾ നമ്മുടെ പാല് ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചായയും കാപ്പിയൊക്കെ ആയിട്ട്, ചായയും പോട്ടെ പാലും കാപ്പിയൊക്കെ ആയിട്ട് കുടിക്കാൻ നിന്നപ്പോൾ നമ്മുടെ ബേബി അപ്പാപ്പനെ കാണാൻ പോയിക്കുമായിരുന്നു താഴത്തോട്ട്. വന്നിട്ട് ബേബിക്ക് കുറച്ച് ഈ സമയത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം, ഒരു പാമ്പറിങ് ചെയ്യണം, പുറമൊക്കെ ഒന്ന് ചൊറിഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു. മീൻകാരൻ ചേട്ടൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് കേട്ടോ. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുരേന്ദ്രൻ ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര്. നമ്മളിവിടുന്ന് കുറച്ചും കൂടി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് ചേട്ടൻ്റെ വീട്. ഇത്രയും അധികം മനുഷ്യ സ്നേഹമുള്ളൊരു മനുഷ്യനെയും മൃഗസ്നേഹമുള്ള മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഒരു അതായത് ഒരു കച്ചവടം എന്നതിലുപരി മനുഷ്യരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ സുരേന്ദ്രൻ ചേട്ടൻ. അങ്ങനെ നമ്മളിന്ന് വാങ്ങിച്ചത് അയിലയാണ് കേട്ടോ. അയിലയും പിന്നെ മത്തി എങ്ങാണ്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും മത്തി മേടിച്ച് കഴിഞ്ഞാൽ സുഖം ഇല്ലല്ലോ. അങ്ങനെ ഞാൻ അയില ശരിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുവാണ്. അയില നിങ്ങളൊക്കെ വെട്ടുന്നതൊക്കെ തന്നെ വെട്ടുന്നത്. എന്നാലും ഒരയില ഞാൻ വെട്ടുന്നത് കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഞാനിങ്ങനെ വെട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ മറ്റേ ഈ സൈഡിലുള്ള സാധനമൊക്കെ കളഞ്ഞ് മുകളിലുള്ള സംഭവമൊക്കെ കളഞ്ഞ് വാലും കളഞ്ഞിട്ട് തലയിൽ ആ ചെകിളയുടെ ഭാഗം മാത്രമായിട്ട് മാറ്റിയെടുത്തിട്ട് കണ്ണ് വെക്കും കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അയിലയുടെ കണ്ണ് വെച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. പിന്നെ നമ്മുടെ ബേബി കുഞ്ഞിന് എല്ലാ മീനിൻ്റെ കണ്ണ് കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഫ്ലഷ് തിന്നുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കറി പാത്രത്തിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് കണ്ണില്ലേ അമ്മ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് കണ്ണിങ്ങനെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയെല്ലാം വൃത്തിയാക്കി വയറൊക്കെ കയറി വൃത്തിയാക്കി ഞാൻ ചെയ്യുന്നത്. ഇന്ന് മുളകിലും വയ്ക്കാം, കുറച്ച് വറുക്കാം എന്നും വിചാരിച്ചു. അപ്പം വാലിൻ്റെ ഭാഗം മൊത്തം വറുക്കാനായിട്ടും തലയും പിന്നെ ഒരു കഷ്ണം കൂടി ഉണ്ടല്ലോ, അത് മുളകിൽ വറ്റിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കപ്പ വേവിക്കാമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അങ്ങനെ മീനൊക്കെ നമ്മൾ വെട്ടി ശരിയാക്കി കേട്ടോ. ഇപ്പം മേടിക്കുന്ന മീനിനകത്ത് ഇപ്പോൾ അയിലയിലായിക്കോട്ടെ മത്തിയിലായിക്കോട്ടെ ഒക്കെ മുട്ടയുടെ സമയം കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ദണ്ണമാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങളായിട്ട് വിരിയേണ്ട അല്ലായിരുന്നു എന്നോർത്തിട്ട് നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് പൊരിഞ്ഞ മഴ പെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. സ്കൂളിൽ പിള്ളേർ പോകുന്ന സമയത്ത് നനപ്പിച്ച് വിടുക എന്നുള്ളത് മഴയുടെ ഒരു ധർമ്മമാണല്ലോ. അത് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ നമ്മളതൊക്കെ നോക്കി നിന്ന് പിന്നെ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. മീൻ വറുക്കാനായിട്ട് ഞാൻ സാധാരണ എടുക്കാറുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണക്കാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരിയോ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് അരച്ചു. അതിനുശേഷം നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വരഞ്ഞതിലേക്ക് ഈ അരപ്പ് അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് നമ്മളുണ്ടല്ലോ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ ഉണ്ണാനിരിക്കില്ലേ, അതിനൊക്കെ കുറച്ച് മുമ്പ് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് വറക്കും. അപ്പോഴുണ്ടല്ലോ ഈ എത്ര പുളിയും എരിവും പിടിക്കാത്ത മീനാണെങ്കിലും അയില പ്രത്യേകിച്ച് പെട്ടെന്ന് അതിനകത്ത് അരപ്പും ഗ്രേവിയെല്ലാം പിടിക്കും കേട്ടോ.
എന്നിട്ട് നമ്മൾ നേരെ മുളക് കറി വയ്ക്കാനായിട്ട് എടുത്തു. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കേട്ടോ മേടിച്ചത്. അവൻ തന്നെത്താനെ കൊപ്രയൊക്കെ ഉണക്കി ആട്ടി ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. അവൻ്റെ ഇതാണ് നമ്മൾ പിരിയമുളക് പൊടിയായാലും പൊടി ഐറ്റംസ് ആയാലും പുട്ട പൊടി ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. ഇവാൻസ് ഫുഡ് പ്രോഡക്റ്റ് എന്നാണ് അവൻ്റെ സംരംഭത്തിൻ്റെ പേര്. അപ്പം എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുകും ഉലുവയും ഒന്നിട്ട് പൊട്ടിക്കാം. കടുകും ഉലുവയും ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കൈപ്പിടി ചുവന്നുള്ളി എല്ലാം കൂടി നന്നായിട്ട് കുത്തുകല്ലില്ലേ അതിനകത്തിട്ട് കുത്തി ചതച്ചതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കുത്തുകല്ലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പരുവാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂപ്പിച്ചില്ലെങ്കിൽ വളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. പിരിയമുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കും. കട്ടയ്ക്ക് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഗ്രേവി മൂത്ത് വന്നല്ലോ, എന്നിട്ട് ഈ ഗ്രേവിയിലോട്ട് ഇട്ടിട്ട് എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ ഈ അരപ്പ് വഴറ്റിയെടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാണല്ലോ നമ്മൾ പണ്ട് കോട്ടയം സ്ഥലത്തോട്ടൊക്കെ ഉണ്ടല്ലോ ഈ കല്യാണ തലേന്ന് ഇങ്ങനെ മീൻകറി വയ്ക്കും. കുടംപുളിയൊക്കെ പിഴിഞ്ഞും പോട്ടെ, കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ സെയിം കൺസിസ്റ്റൻസിയിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കലക്കി വെച്ച ആ ഒരു ഗ്രേവി കലക്കിയ വെള്ളമില്ലേ അതിനകത്ത് തന്നെ പാത്രമില്ലേ അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നമ്മളൊന്ന് ഇളക്കി നോക്കണം. അതിന് ശേഷം നമ്മൾ മീൻകറി വെക്കുന്നതിന് മുമ്പ് തന്നെ പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ പുളിയുടെ ഒരു ഫ്ലേവറൊക്കെ അതിനകത്തോട്ട് ഇറങ്ങുള്ളൂ. ആ പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇങ്ങനെ ഒന്ന് തിള വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഷ്ണങ്ങൾ പറിക്കാനകത്തേക്കിടാം. എന്നിട്ട് മൂടി അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചട്ടിയിൽ ഇട്ടിളക്കരുത്, തവി ഇട്ടിളക്കരുത്, ചട്ടി എടുത്ത് കറക്കുകയേ ചെയ്യാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിക്കകത്ത് ഈ തവി ഇട്ടിളക്കുമ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങൾ പൊടിയാനും അതിൻ്റെ ഒരു സെറ്റപ്പ് പോകാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ തീ കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചേ എടുക്കാവുള്ളൂ. അങ്ങനെ വേണം എപ്പോഴും മീൻകറി വയ്ക്കുമ്പോൾ ചെയ്യാൻ. എനിക്കിത് ആദ്യം അറിയില്ലായിരുന്നു, ഞാനിട്ട് കുത്തി ഇളക്കുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് മീനിൻ്റെ തല വേറെ, ഉടൽ വേറെ, ദശ വേറെ, അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. പല ആൾക്കാർ പല രീതിയിലാണ് കേട്ടോ മീൻ മുളകിൽ വെക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത്. ഇനി നിങ്ങൾ ഈ രീതിയിലല്ല വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് ചാറ് കുറുകി വന്ന് തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് വാരി വിതറാം. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോയി കേട്ടോ. ഇടയ്ക്കൊന്ന് പുറത്ത് പോകണമല്ലോ. അങ്ങനെ പുറത്ത് പോയി ബേബിക്ക് ഡോണിട്ട് എനിക്കും ഏഞ്ചലിനും ചായയും പരിപ്പുവടയൊക്കെ മേടിച്ചു, പഴംപൊരിയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ മാർക്കറ്റിലോട്ടാണ് പോയത്. ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിക്കുള്ള ഐറ്റവും കുറച്ച് അച്ചാറിടാനുള്ള ഐറ്റമൊക്കെ ആയിട്ട് പോരാമല്ലോ. അങ്ങനെ മാർക്കറ്റാണ്, തൃശ്ശൂർ മാർക്കറ്റാണ് കേട്ടോ ഇത്. മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ മാർക്കറ്റിൽ പോയി കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. മീൻ ചട്ടി തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. എന്നാൽ പിന്നെ വിശക്കുമല്ലോ, ഓൾറെഡി വിശക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ മീനങ്ങ് വറുക്കാൻ തുടങ്ങണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്തിട്ടേ മീൻ വറുക്കത്തുള്ളൂ. അപ്പം മീനിൻ്റെ എല്ലാ സെറ്റപ്പും നമ്മുടെ ഗ്രേവി എല്ലാം നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളും നന്നായിട്ട് പിടിക്കും. അങ്ങനെ മീൻ വറക്കുന്ന ഒരു സ്റ്റേജാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മീൻ വെട്ടിയപ്പോഴത്തേക്ക് കുറച്ച് മീനിൻ്റെ മുട്ട കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ അതും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുത്ത് പകുതി ആയപ്പോൾ തന്നെ നമുക്കത് കഴിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ കൊണ്ട് നമ്മളത് വറുത്ത് ആദ്യം തന്നെ മീനിൻ്റെ മുട്ട കേട്ടോ കഴിക്കുന്നത്. നമ്മൾ മീൻ വറുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ വറുത്ത മീനിൻ്റെ മുട്ട. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു.
ചോറ്, മീൻ മുളകി വെച്ചത്, ക്യാരറ്റ് തോരൻ, പിന്നെ ഒരു കഷ്ണം മീനിൻ്റെ വാല് വറുത്തതും കുറച്ച് സവോള. അങ്ങനെ എൻ്റെ മകളാണിത്. ഫുഡ് കഴിക്കുന്ന ഒരു സ്റ്റേജാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ വറുത്തത് മാത്രം കൂട്ടിയിട്ട് അവൾക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും. പിന്നെന്താ, ഇപ്പുറത്ത് നമ്മുടെ ആശാൻ ഇരിപ്പുണ്ട്. ആശാൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ സമാധാനമില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു കപ്പ. പച്ചക്ക് തിന്നാൽ വയറിളകും, വേവിച്ച് തിന്നാൽ വയറ് നിറയും. കപ്പ. മമ്മിയുടെ കാട്ടായം കണ്ടതാ ഗൈസ്. കപ്പ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ. അപ്പുറത്ത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച അയലക്കറി തിളയ്ക്കുകയാണ് ഗൈസ്. ഇപ്പുറത്താണെങ്കിൽ കപ്പ വേവാൻ തുടങ്ങുന്നു. നമ്മൾ മഞ്ഞപ്പൊടി ഇടാൻ പോവുകയാണ്. മഞ്ഞപ്പൊടി ഇടാൻ പോവല്ല, ഇട്ട് കഴിഞ്ഞ് 2 ദിവസം മുമ്പ് നമ്മൾ പറമ്പിന്ന് പറിച്ചെടുത്ത കറിവേപ്പില ഇപ്പൊ ഡ്രൈ ലീഫായി. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് തേങ്ങ അരക്കുന്നില്ല കേട്ടോ. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ വേറൊരു പൈസ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വേവിച്ച് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. റൈ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക കമ്മ് നമുക്കുന്ന ഏഞ്ചൽ. റൈ ചേച്ചി വന്നിട്ട് ചക്കയാ ാണ്. കറിവേപ്പിലൊക്കെ തീർന്നു. നശിപ്പിച്ച് ഓക്കെ, താഴത്ത് വെച്ച്. ഓ ചൂടാടി. ഉരുകുകയാണ് ഗൈസ്. ആവി പിടിക്കേണ്ട ആവശ്യമില്ല. നോക്ക്, മമ്മി തന്നെ സ്മോക്കൊക്കെ ഉണ്ടാക്കുന്നത്. ആവി പറക്കുന്ന കപ്പ. മമ്മി ഇതാ കമ്പിട്ട് കഴിവുണ്ട് ഇടിച്ചു ഉടയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ പൊടിക്കപ്പയാക്കുന്നു. അതിനുശേഷം നല്ല മീൻകറി ഒഴിച്ച് നമ്മൾ തിന്നുന്നു. ചായ ഉണ്ടാക്കുന്നു. മീൻകറി ഇങ്ങനെ ഇടിച്ച് പൊടിച്ച് എടുക്കും. സൗണ്ടിട. ഓഹൈ ഓഹൈ ഓഹൈ. കുറച്ച് നീരോടിയ കപ്പയുണ്ടല്ലോ, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാ. അപ്പൊ പറഞ്ഞു ഇല്ല ചേച്ചി, വേവിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ട് തന്നോളാം. ഇത് കണ്ടോ, കുറെ ഒന്നും ഇങ്ങനെ പൊടിയാണ്ട് കിടക്കുന്നുണ്ടോ. അത് കുറച്ച് നീരോടിയ കപ്പയായിരുന്നു. നല്ല കപ്പയായിരുന്നെങ്കിൽ ഉണ്ടല്ല സൂപ്പറാ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ എന്തൊക്കെയോ ഉണ്ടോ മൊത്തത്തിൽ ഇങ്ങനെ ഇതാവില്ല. കണ്ടോ ഇത് കണ്ടോ, ഇതൊക്കെ നീരോടിയ ഭാഗമാണ്. ഇതുണ്ട്, അടുത്ത് കാണിക്കുന്നേ. കണ്ടോ, ഇതൊന്നും ആവില്ല. കളറൊന്നും നടക്കും. നല്ല കുറുകിയ മീൻ ചട്ടിയിൽ നിന്ന് നേരെ പാത്രത്തിലേക്ക്